ഈ ക്രിസ്തുമസ് കരോൾ ആഘോഷിക്കുന്നത് ബിഷപ്പിന്റെ അനുമതിയോടുകൂടിയൊന്നുമല്ല ചെയ്യുക. ഇപ്പൊ ഞങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ, എന്റെ അവിടെ അങ്ങനെ സംഭവം ഇല്ല. പക്ഷെ നമ്മുടെ കുട്ടികൾ അത് ആഘോഷിക്കണം. ഈ ക്രിസ്തു എന്താ പറയുക, ഓണം ആഘോഷിക്കുന്ന എല്ലാവരുടെയും ആരും അനുമതിയോട് കൂടിയോ, അതുപോലെ പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാവരും അനുമതി കൂടിയോ, അതാത് വീട്ടുകാരും അതാത് പള്ളികളും അത് സംഘടിപ്പിക്കുന്ന ഓരോ ചടങ്ങുകളാണ്. ഇതെല്ലാം അച്ഛനോട് ചോദിച്ചിട്ടോ പിതാവിനോട് ചോദിച്ചിട്ടൊന്നും അല്ല. പക്ഷെ കുട്ടികൾ അതിന് നെഞ്ചത്തേറ്റി അവര് ഇതിലേറ്റി എല്ലാവരും ഉത്സവമായിട്ടാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. അല്ലാതെ മതത്തിന്റെ മാത്രം ഒരു വീടുകളില്ല പെടുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെയൊക്കെ ആഘോഷിക്കുന്നത് മറ്റു ജാതി മതത്തിൽപ്പെട്ടിട്ടുള്ള കുട്ടികളാണ് ഈ കരോൾ രാത്രി ആഘോഷിക്കുന്നത്. ഇന്നലെ എന്റെ വീട്ടിൽ വന്ന മുഴുവൻ എല്ലാ കുട്ടികളും എന്റെ അടുത്തുള്ള ഹിന്ദു കുട്ടികളാണ്. അത് ജാതി മതമൊന്നുമില്ല. അതുപോലെ തന്നെ ഓണത്തിനും പെരുന്നാളിനും കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ ഒരു വിളനിലമായി നടത്തുന്ന ഒരു സംസ്ഥാനമാണ്. ഇതിന്റെ പേരിൽ ആ കുട്ടികളെ അടിക്കാനോ അത് ആക്ഷേപിക്കാനും നിൽക്കുന്നത് ശരിയല്ല. അത് മതസൗഹാർദ്ദം തകർക്കുന്നതാണ്. നമ്മൾ ഒരുമയോട് ഒറ്റക്കെട്ടായി പോകുന്ന മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും കൂടുതൽ മാതൃകയായിട്ടുള്ള കേരളത്തിൽ ഇങ്ങനെയുള്ള ഒരു സമീപനം ആര് സ്വീകരിക്കണം ശരിയല്ല. അവരോട് മർദ്ദിക്കുകയും പിന്നെ അവരെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന എന്താ അർത്ഥം? ഒരു കാര്യമില്ലെന്നാണ് കാര്യം. 100% അത് നമ്മുടെ സൗഹൃദത്തിനെയും എല്ലാവരുടെയും ഒരു ഒറ്റക്കെട്ടായി പോകുന്ന മനസ്സിനെ ഇല്ലാണ്ടാക്കാനാണ്. ഈ ബിഷപ്പ് തന്നെ പറയുമ്പോൾ അത് മറ്റേ പള്ളിയിൽ നിന്ന് പോയതല്ല. അപ്പൊ പിന്നെ ഈ ക്രിസ്തുമസ് കരോൾ ആഘോഷിക്കുന്നത് ബിഷപ്പിന്റെ അനുമതിയോടുകൂടിയൊന്നുമല്ല ചെയ്യുക. ഇപ്പൊ ഞങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ, എന്റെ അവിടെ അങ്ങനെ സംഭവം ഇല്ല. പക്ഷെ നമ്മുടെ കുട്ടികൾ അത് ആഘോഷിക്കണം. ഈ ക്രിസ്തു എന്താ പറയുക, ഓണം ആഘോഷിക്കുന്ന എല്ലാവരുടെയും ആരും അനുമതിയോട് കൂടിയോ, അതുപോലെ പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാവരും അനുമതി കൂടിയോ, അതാത് വീട്ടുകാരും അതാത് പള്ളികളും അത് സംഘടിപ്പിക്കുന്ന ഓരോ ചടങ്ങുകളാണ്. ഇതെല്ലാം അച്ഛനോട് ചോദിച്ചിട്ടോ പിതാവിനോട് ചോദിച്ചിട്ടൊന്നും അല്ല. പക്ഷെ കുട്ടികൾ അതിന് നെഞ്ചത്തേറ്റി അവര് ഇതിലേറ്റി എല്ലാവരും ഉത്സവമായിട്ടാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. അല്ലാതെ മതത്തിന്റെ മാത്രം ഒരു ഇതല്ലത്. ഓണം അങ്ങനെയല്ലേ, അത്രേ ഉള്ളൂ. പെരുന്നാളും അങ്ങനെ തന്നെ. പെരുന്നാളിൽ എല്ലാവരും ഞങ്ങളൊക്കെ ആഹാരം കഴിക്കാൻ പോകും. അപ്പൊ ഇത്രത്തോളം സൗഹൃദമായിട്ടൊരു അന്തരീക്ഷത്തെ ഇതിന്റെ പേര് ഒറ്റ തിരിഞ്ഞിട്ട് അവരോട് കാണിക്കുന്ന സമീപനം ശരിയല്ല. ആര് ചെയ്താലും ശരിയല്ല. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങി അത് DD സതീശനും അതുപോലെ KP സതീശനും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങള് 4-5 തീയതി കഴിഞ്ഞാൽ ഞങ്ങളുടെ ക്യാമ്പാണ്. അതിനുശേഷം ഞങ്ങൾ ഇറങ്ങും. ഇനി 2 മാസം കൊണ്ട് നമ്മുടെ മുന്നിൽ അതിനൊക്കെ കോൺഗ്രസിന്റെ തയ്യാറെടുപ്പ് മുൻകരുതലൊക്കെ KPCC അതുപോലെ AICC മേൽനോട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മുന്നോട്ട്. എന്നോട് അത് ചോദിച്ചിട്ട് വല്ല കാര്യം. രാഹുൽ മാങ്കുടത്ത് മത്സരിക്കുന്നത് APC തീരുമാനം. പറയേണ്ടവർ പറയും. ഞങ്ങൾക്ക് ഒരു ചെറിയ അഭിപ്രായം പറയുന്ന ഒരു 100-ൽ 1 സംശയം നമ്മുടെ അഭിപ്രായത്തിൽ വരെയുള്ളൂ. ബാക്കി നേതാക്കന്മാരും അതുപോലെ നേതൃത്വം തീരുമാനിക്കും. അത് അപ്പം പറയും. 100% DCCന്റെ അഭിപ്രായം ഉണ്ടാവുമല്ലോ. ആ പറയേണ്ട സമയത്ത് പറയും. പോരെ. പാലക്കാട് നഗരസഭയുടെ ചെയർമാനും ഇതൊക്കെ അടുത്ത ദിവസങ്ങളിലാണല്ലോ ഇതാവുന്നത്. ആകട്ടെ, ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഇല്ലെന്നറിയാലോ. എന്നാലും ഇപ്പോഴുള്ളവർക്കും ഭൂരിപക്ഷമില്ല. ഒരാൾക്കും വ്യക്തമായി ഭൂരിപക്ഷമില്ല. അപ്പൊ ഞങ്ങൾ നമ്മുടെ നിലപാടുകളിൽ പോകും. അതിനെ കണ്ടു നോക്കിക്കാണാൻ നമുക്ക് എല്ലാവരും കൂടി ഓരോ ദിവസം കഴിയല്ലേ. അങ്ങനെ അങ്ങനെ ഇപ്പൊ എടുത്തിട്ടില്ല. അത് വരുമ്പോ കാണാം. ഓക്കെ.